ഗൈസ്, അസ്സലാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഹനാസത്തുൽ വേൾഡ് ചാനലിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. പഴയ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ പ്ലീസ് വാച്ച് ചെയ്യുക. പിന്നെ ഞാൻ എന്നും പറയുന്നത് പോലെ 3 മിനിറ്റ് കണ്ടതിന് ശേഷം മാത്രമേ ലൈക്ക് ചെയ്യാൻ പാടുള്ളൂ, ഷെയർ ചെയ്യാൻ പാടുള്ളൂ, പിന്നെ ആ സബ്സ്ക്രൈബും ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഡിഷിലോട്ട് കിടക്കാൻ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ടേസ്റ്റി യമ്മി ഡിഷാണ്. അതും ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്താണെന്ന് അറിയണ്ടേ? പയോളി ചിക്കൻ. അത് നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ എല്ലാവരും നോർമലി അത് കട്ട് പീസസിലായിരുന്നു ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവുന്നത്. പക്ഷെ ഇന്ന് എന്റെ മമ്മി ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഫുൾ ചിക്കനെ എങ്ങനെ പയോളി ആക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമ്മുടെ മമ്മീസ് കിച്ചണിലോട്ട് പോകാം. ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫുൾ ചിക്കൻ എങ്ങനെ പയ്യോളി സ്റ്റൈലിൽ ചെയ്തെടുക്കാമെന്നാണ്. അപ്പോൾ അതിന് മെയിൻ ആവശ്യം എന്ന് പറയുന്നത് ഒരു ഫുൾ ചിക്കൻ തന്നെയാണ്. അതിനെ ഞാൻ നന്നായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. കത്തി ഉപയോഗിച്ച്, അതായത് നല്ല ഷാർപ്പുള്ള ഒരു കത്തി ഉപയോഗിച്ച് നമുക്കിതിനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. നല്ല ചെസ്റ്റിൻ്റെ ഭാഗമായതുകൊണ്ട് ഒരുപാട് ഫ്ലഷ് ഉള്ളതാണ്. അപ്പോൾ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ വരയണം. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ ഉണ്ട് ആ ഭാഗത്തൊക്കെ നമ്മളെ കാലിലൊക്കെ ഇതുപോലെ നമുക്ക് വരഞ്ഞു കൊടുക്കാം. സൂക്ഷിച്ച് ചെയ്യണം, കത്തിയാണ്. അപ്പോൾ ഞാൻ ചിക്കൻ്റെ എല്ലാ പോർഷനും ഞാൻ നന്നായിട്ട് വരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തൈരും ഉപ്പും വിനീഗറും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു അരമണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ചിക്കൻ നല്ല വിനീഗറിൽ കിടക്കുമ്പോഴത്തേക്കും ചിക്കൻ നല്ല സോഫ്റ്റ് ആവും. നമ്മുടെ എക്സസൈസ് എന്തെങ്കിലുമൊക്കെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ വിനീഗർ മാറ്റിക്കോളും. അപ്പോൾ ഞാനിന്ന് അതിൻ്റെ മസാല തയ്യാറാക്കുന്നത് നമ്മുടെ അരകല്ലിൽ അരച്ചാണ്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു 15 മുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അത് അരയ്ക്കുന്നതിന് മുന്നോടി നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. പിന്നെ വെളുത്തുള്ളി വേണം, പിന്നെ പെരിഞ്ചീരകം വേണം, നമ്മുടെ ഒരു 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി വേണം, കുറച്ച് കുരുമുളക് വേണം, പിന്നെ മഞ്ഞൾപ്പൊടി വേണം. അപ്പോൾ ഞാൻ എക്സസൈസ് കുറച്ച് നമ്മുടെ ഗാർലിക് കുറച്ച് എടുത്തിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം എന്തിനാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് അരയ്ക്കാൻ തുടങ്ങാം. ആദ്യമായിട്ട് നമ്മുടെ അരകല്ലൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് നമുക്ക് അതിലോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ഫുൾ ചിക്കൻ അല്ലേ, ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ ഈ ഉണക്കമുളകിലെ കുറച്ചായിട്ട് വെച്ച് നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്കിതിലോട്ട് പെരിഞ്ചീരകം ആഡ് ചെയ്ത് കൊടുക്കാം, പിന്നെ കുരുമുളകും. ഇത് രണ്ടും കൂടെ ഇട്ട് നമുക്ക് അരച്ചെടുക്കാം നന്നായിട്ട്. അപ്പോൾ നമ്മുടെ കുരുമുളകൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ആയാൽ മതി. ഇതിലോട്ട് നമ്മുടെ ഇഞ്ചി, അതായത് നമ്മുടെ വലിയ ഇഞ്ചി ആയിരുന്നു, അതിനൊരു 4-5 പീസായിട്ട് ഞാൻ അരയ്ക്കാൻ പാകത്തിന് ഇങ്ങനെ ആക്കിയതാണ്. ഇതിൽ നമുക്ക് കുറച്ച് കല്ലുപ്പ് വെച്ച് കൊടുക്കാം. കല്ലുപ്പ് നമ്മൾ മുളക് അരയ്ക്കുന്ന സമയത്ത് ചേർക്കാൻ എനിക്ക് ആ സമയത്തൊന്ന് മറന്നുപോയി, ഞാൻ ഇപ്പോൾ വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരയ്ക്കൊന്നും വേണ്ട, ഏകദേശം വേണ്ട ഈ ടൈപ്പ് മതി. പിന്നെ എന്നിട്ട് നമുക്ക് അമ്മിയിൽ വെച്ച് തന്നെയാണ് ചിക്കൻ നമ്മൾ പുരട്ടാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്കിതിനൊന്ന് കൂട്ടാം. ഈ അരപ്പിലോട്ട് നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. ലെമൺ ജ്യൂസ് ഒഴിച്ചല്ലോ നമ്മൾ. ഇനി അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഉപ്പൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ കോഴിയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു കിച്ചൺ ടവലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് അബ്സോർബ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആ ചിക്കനെ നമ്മൾ അമ്മിയിലോട്ടൊന്നെടുത്ത് വെക്കാം. എന്നാൽ നമുക്ക് സ്ലോലി ആയിട്ട് തന്നെ അതിൻ്റെ പുറത്തൊക്കെ നന്നായിട്ട് അരപ്പ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. പിന്നെ എരിവ് എത്രത്തോളം മുളകിൻ്റെയൊക്കെ എരിവ് നിങ്ങൾക്ക് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എനിക്ക് ഇത്രയും അരപ്പിൻ്റെ ആവശ്യം വരില്ല. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇതിൻ്റെ കാലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് അത് ഒതുങ്ങിയിരുന്നോളൂ. അപ്പോൾ നമ്മുടെ ചിക്കനെ അരപ്പ് പുരട്ടി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. എനിക്ക് ചിക്കനിൽ പുരട്ടിയിട്ട് ഏകദേശം ഇത്ര അരപ്പ് ബാക്കിയൊന്ന് അതിന് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അതിലോട്ട് ഏകദേശം 1 കപ്പോളം നമ്മുടെ ചിരികിയ തേങ്ങ ഉണ്ടല്ലോ, അത് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മുടെ തോലോട് കൂടിയ നമ്മുടെ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. അങ്ങനെ നമ്മുടെ ഈ തേങ്ങയും വെളുത്തുള്ളിയും വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചാച്ചെടുക്കാം.
നമുക്കിതിലോട്ട് ബാക്കി വന്ന കുറച്ച് മതി, അതും കൂടെ ഈ തേങ്ങയിലോട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനെ നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ അവസാനം ഇതിനെ കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ച് പോരാം. നമ്മുടെ ചിക്കനൊക്കെ അരപ്പ് പുരട്ടി വെച്ചിട്ട് ഏകദേശം 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒരു 1 hour വരെ വെക്കാം. ഇതിൽ ഞാൻ ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി മാറ്റാം. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഫ്രൈ ചെയ്യാൻ പോവല്ലേ. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഓയിലൊന്ന് ജസ്റ്റ് ചൂടാകുമ്പോൾ അതിലോട്ട് കറി ലീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് തീ പാടില്ല, എങ്കിൽ നമ്മുടെ ചിക്കൻ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസസ് ഉണ്ട്. എന്നിട്ട് നമ്മുടെ ചിക്കനെ അതിലോട്ടൊന്ന് പയ്യെ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമ്മളിതിലോട്ട് സ്റ്റിക്കൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മസാല എണ്ണയിലോട്ട് മിക്സ്ഡ് ആവും. ഇതേ രീതിയിൽ തന്നെ ഇരുന്നതൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ തീ മാക്സിമം കുറച്ച് വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയായ ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡ് ഞാൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ മറു സൈഡിലൂടെ ഫ്രൈ ചെയ്യുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കറി ലീഫൊക്കെ കാണാൻ കഴിയുന്നുണ്ട്, അതൊന്നും കരിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ ഇതാണ് എണ്ണയുടെ ഹോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലൊരു സ്റ്റിക്കില്ലേ, ഇത് വെച്ചിട്ട് നമുക്ക് ഈ ചിക്കനെ ഒന്ന് അതിൻ്റെ നെക്കിൻ്റെ ഭാഗത്തോട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം. അതേ സ്റ്റിക്ക് ഉപയോഗിച്ച് തന്നെ 2 സ്റ്റിക്ക് ഉപയോഗിച്ച് നമുക്കിതിനെ എണ്ണയിൽ നിന്നും റിമൂവ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഓയിലിൽ നിന്ന് ബാക്കിയുള്ള നമ്മുടെ കറി ലീഫ് എല്ലാം മാറ്റേണ്ടതുണ്ട്. ഇനിയാണ് നമ്മുടെ ഹൈലൈറ്റ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൊത്തത്തിൽ മാറ്റിയിട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങാക്കൂട്ടില്ലേ, അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ക്രഞ്ചി ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ സംഭവം ഇവിടെ മൂത്തിട്ടുണ്ട്. ഇതിലൂടെ ഞാൻ 2 പച്ചമുളക് കൂടെ കീറിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് വെളുത്തുള്ളിയെ ഹൈലൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തോടോടുകൂടി എടുക്കാൻ വേണ്ടി പറഞ്ഞത്. ഇതിനെ നമ്മളെ ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ എണ്ണ പെട്ടെന്ന് ടിഷ്യൂ പേപ്പർ അബ്സോർബ് ചെയ്തെടുക്കും. അതിനുശേഷം നമുക്ക് ചിക്കനിലോട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. കാണാൻ കഴിയുന്നില്ല, എന്ത് ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഫുൾ ചിക്കൻ പയ്യോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത നമ്മുടെ ക്രഞ്ചി തേങ്ങ അതൊക്കെ ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എല്ലാ ഫുഡിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാം. വളരെ ടേസ്റ്റിയാണ്. നമ്മളെ കുട്ടികൾക്കെല്ലാം ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയ വീഡിയോ വരുന്നത് വരെ ബൈ.